നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ മറ്റവളില്ലേ, ആ വൈറൽ താരം, അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അടിക്ക് നമ്മുടെ കേരള പോലീസിനൊരു കയ്യടി. ഇനി അവളെ പുറം ലോകം കാണിക്കാതിരിക്കാനുള്ള പണി ചെയ്യണം. എന്തായാലും കേരളത്തിന്റെ ജനത കേൾക്കാൻ ആവേശത്തോടെ കാത്തിരുന്ന സുന്ദരമായ ആ വാർത്ത നമുക്ക് ഒന്നുകൂടെ കേട്ടു നോക്കാം. കോഴിക്കോട് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിലെ യുവതി ചിത്രീകരിച്ചത് 7ഓളം വീഡിയോകൾ മനം നൊന്ത് ദീപക് ആത്മഹത്യ ചെയ്തേക്കാം എന്ന അറിവ് പ്രതിക്കുണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യാസ് കരീം ചേരുന്നുണ്ട്. ഇന്ത്യാസ്, അങ്ങനെയെങ്കിൽ യുവതിയെ കൂടുതൽ കുരുക്കിലേക്ക് എത്തിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. അറസ്റ്റ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇന്ത്യാസ്? രതീഷ്, തീർച്ചയായിട്ടും ആ ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ യുവതി പയ്യന്നൂരിലെ ഈ സ്വകാര്യ ബസ്സിൽ വെച്ച് 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഈ വീഡിയോകളെല്ലാം അസ്വീകാര്യമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുകൂടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഉന്നത വിദ്യാഭ്യാസം നേടിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു യുവതിയാണ് ഷിംജിത മുസ്തഫ. അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, തനിക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവിധ അറിവും വിവേകവും അവർക്കുണ്ട്. അതുമാത്രവുമല്ല, അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ കൂടെയായിരുന്നു. അങ്ങനെയൊക്കെ അറിവുണ്ടായിട്ടും ഇങ്ങനൊരു വീഡിയോ താൻ പുറത്തുവിട്ടാൽ ഒരു പക്ഷേ മനം നൊന്ത് ആത്മഹത്യ ചെയ്തേക്കാമെന്ന അറിവുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു നടപടിയിലേക്ക് ഷിംജിത മുസ്തഫ പോയിട്ടില്ല എന്ന് ഗുരുതരമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മനം നൊന്ത് ദീപക് ആത്മഹത്യ ചെയ്തു എന്ന മൊഴികളിലും, അതായത് ഇതിൽ 1 മുതൽ 4 വരെ ആളുകളുടെ മൊഴികളാണ് പോലീസ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അമ്മയുടെയും സുഹൃത്തുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴികളാണ്. അതിൽ അവർ പറയുന്നത് ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നു. അതിനുശേഷമാണ് ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങി മരിച്ചത് എന്ന് പറയുന്നു. അതോടൊപ്പം പയ്യന്നൂരിലെ ഈ ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യവും പരിശോധിച്ചതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ CCTV ദൃശ്യത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദീപക്കും ഷിംജിത മുസ്തഫയും 10:42 ഈ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയതിനു ശേഷം ഇവർ 7ഓളം വീഡിയോകൾ ചിത്രീകരിക്കുന്നു. പക്ഷെ അങ്ങനെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വീഡിയോ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ദീപക്കും ഷിംജിതയും ഒക്കെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു അസ്വാഭാവികതയും തോന്നാത്ത രീതിയിൽ സ്വാഭാവികമായി തന്നെ നടന്നു നീങ്ങുന്നതായിട്ടും കണ്ടു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വലിയ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസ്, കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ, ഇതിൽ 5ാം സാക്ഷിയായിട്ട് വെച്ചിരിക്കുന്നത് യുവതിയുടെ, ഷിംജിത മുസ്തഫയുടെ സഹോദരനെയാണ്. അവരോട് ഈ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് ഹാജരാക്കാത്തതിനെ തുടർന്ന് യുവതിയുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളെ ബന്ധപ്പെടുകയും അവർ മുഖേന മറ്റു ആളുകളെ കൂട്ടി മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അത് എഡിറ്റഡ് വീഡിയോ ആണ് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് വീഡിയോ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചിത്രീകരിച്ചിരുന്നെന്ന് പറയുന്ന 7ഓളം വീഡിയോകൾ, ആ വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്നാണ് അസ്വാഭാവികമായി ഒന്നും തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സമർത്ഥിക്കുന്നത്. എന്തായാലും ഗുരുതരമായ കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അമ്മയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയാണ് ഇങ്ങനെയൊരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. രതീഷ്.